friends, welcome to I Choose New World. ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കടുമാങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ആവശ്യം ഉണ്ടാവില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ വളൂർമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ കടുമാങ്ങക്ക് നമുക്ക് മൂത്ത മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. എല്ലാ മാങ്ങയും നമുക്ക് ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെക്കാം. ഇനി നമുക്ക് കടുമാങ്ങ തയ്യാറാക്കാം. ആദ്യം നമുക്ക് കടുക് ഉലുവ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കടുകും ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ചൂടൊന്ന് പോയതിനു ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കടുക് ഉലുവേ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതുപോലെ വെച്ചു കൊടുക്കാം. അതിൻ്റെ മീതെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ വീണ്ടും മാങ്ങയുടെ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാം. അതിൻ്റെ മീതെ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ മാങ്ങയും നമുക്ക് അടക്കി വെക്കാം. മാങ്ങയുടെ കഷ്ണങ്ങളും പൊടികളും അങ്ങനെ സ്റ്റെപ്പായിട്ട് അടുക്കി വെക്കാം. അപ്പൊ എല്ലാ മാങ്ങ ഞാൻ അതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മാങ്ങയുടെ കഷ്ണങ്ങള് നന്നായി വെന്തുടങ്ങിട്ട് കുറുകി വരുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പുളി കൂടുതലുള്ള മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മാങ്ങ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് തൂമിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ നമുക്ക് ഇതിലേക്ക് 2 or 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please
subscribe, comment, like and share.